എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിൻ്റെ എപ്പിസോഡ് 55 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷിയോയാനാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ രൂപത്തിൽ എന്തോ മാറ്റം വന്നതുപോലെ, മുൻപത്തെ പോലെയല്ല. അവൻ ജീവനോടെ ഉണ്ട് എന്നതിൽ അതിശയമാണ്. അവൻ എയറിലാണ് നിൽക്കുന്നത്. അവൻ്റെ കയ്യിലുള്ള പച്ച അല്ലെങ്കിൽ ഗ്രീൻ കളറ് അതെന്താണെന്ന് മനസ്സിലായില്ല. അത് മുൻപത്തേക്കാൾ വളരെയധികം ടഫ്നെസ്സും സ്ട്രോങ്ങും ആയതുപോലെ ബോഡി മുഴുവൻ എന്നത് അവന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ എന്താണെന്ന് മനസ്സിലായില്ല. അത് മാത്രമല്ല, അവൻ്റെ മെറീഡിയൻസ് എല്ലാം സ്ട്രോങ് ആയതുപോലെ ഡൗക്കി ക്രിസ്റ്റലൊക്കെ കാണാതെ പോയി. അവൻ്റെ ബോഡി തന്നെ ഡയറക്റ്റായിട്ട് എടുക്കുകയും ചെയ്യുന്നു. അവസാനം അവൻ ഡൗക്കിങ്ങിലേക്ക് പ്രൊമോട്ട് പോയി. എന്ന് അടിച്ചത് ഒരു ബെമ്പർ പോലെ എന്നത് അവൻ്റെ ബോധം പോയതിനു ശേഷം നടന്ന എന്താണെന്ന് അവൻ അറിയില്ല. അവൻ്റെ സ്റ്റോറേജ് റിങ് അത് കാണാനില്ല. അവൾ മാസ്റ്ററിൻ്റെ സ്പിരിറ്റ് പവർ അതാകണം ഹെൽപ്പ് ചെയ്തത് എന്നത് അവന് മനസ്സിലായി. ക്യൂൻ മെഡുസയെ നോക്കുമ്പോൾ സാലോവിങ് പൈത്തണുമായിട്ട് മെർജാവുകയാണ് എന്നത് മനസ്സിലായി. ഒരുപാട് തവണ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇത് സക്സസ് ആയിട്ട് വന്നാൽ മതിയായിരുന്നു. എന്നാൽ കുറച്ച് ദേഷ്യക്കാരാണ് എന്ന് പറയുമ്പോഴാണ് ഫയർ പൈത്തൻ്റെ ആ സൗണ്ട്. അത് കേട്ട് പെട്ടെന്ന് റെഡി ആകുമ്പോൾ അവൻ്റെ ആ പൊസസ്സായിരുന്ന ഹാർട്ട് അതിപ്പോൾ അവനെ ഹർട്ട് ചെയ്യുന്നില്ല, വാമാക്കുന്നത് പോലെ. അങ്ങനെയെങ്കിൽ ഫാഡൻ ഹാർട്ട് ഫ്ലൈയും ഇനി അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നത് മനസ്സിലായിട്ട് കൂളായിട്ട് നിൽക്കുകയാണ്. അതിനെ ദേഷ്യപ്പെടുത്തുമ്പോൾ അത് ഒരുപാട് ഫയർ ബാൾസ് അതെറിയുന്നു. അതെല്ലാം ഗ്രീൻ കളറിലുള്ള പവർ വെച്ച് തട്ടി കയറ്റുന്നു. അവസാനം ഫയർ വിടുമ്പോൾ അത് ഷീൽഡ് പോലെ വെച്ച് തടയുകയാണ്. ആ ഗ്രീൻ കളർ ആ ഗ്ലോ ചെയ്യുന്നത് അതെന്താണെന്ന് അവൻ അറിയില്ല. അങ്ങനെ നിൽക്കുകയാണ് ഫയർ പൈത്തൻ്റെ ബർത്ത് ആയ രൂപം. ഫാളൻ ഹാർട്ട് എസൻസ് കാണുന്നത് അതിന് പിടിക്കാനായിട്ട് പോകുന്നു. അതാണ് ഫാളൻ ഹാർട്ട് ഫ്ലെയിമിൻ്റെ ഒറിജിനൽ ഫയർ പൈത്തൺ രൂപം, ഫയർ പൈത്തൺ. അവസാനം അതിനെ പിടിച്ച് ക്യൂൻ മെഡിസ നോക്കുമ്പോൾ മുൻപത്തേക്കാൾ ക്യൂൻ മെഡിസ അപ്പർ ഹാൻഡ് പിടിച്ചതുപോലെ. ഇത് കംപ്ലീറ്റ് ആയ ലിറ്റിൽ ഗേൾ ക്യൂൻ മെഡിസയായിട്ട് ചേരും, പിന്നെ ലിറ്റിൽ ഗേൾ ആയിട്ട് വരില്ല എന്നത് അവന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഹെവൻലി ഫ്ലെയിം അതുള്ള ടൈമാണ് എന്ന് പറഞ്ഞത് അബ്സോർബ് ചെയ്യുന്നത്. ഹെവൻലി ഫ്ലെയിം അത് ഫ്ലെയിം മന്ത്ര സ്പേസിലേക്ക് വിട്ട് അവിടെ നിന്ന് കട്ടായിട്ട് യാഫൈ സിയോയെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഹൈബോട്ടങ്ങ് വരുന്ന ചോദിക്കുന്നത്. അവനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് യാഫൈ. 3 വർഷമായി അവൻ പോയി, അവൻ എന്ത് ചെയ്യുന്നു എന്നറിയില്ല. യാഫയെ യുല്ലാസിറ്റി അത് ഷിയോ ഫാമിലിനെ തുടർച്ചയായിട്ട് അന്വേഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ യുൻഷാനാണ് ഇപ്പോഴത്തെ യുല്ലാസിറ്റിയിലെ ലീഡർ. പൂന്തോറും സ്ട്രേഞ്ച് ആയിട്ട് വരുവാണ്. എന്നിരുന്നാലും ഷിയോയൻ വരുമ്പോൾ യുല്ലാസിറ്റി തലകീഴായി മാറി. അതിന് അധികം കാലം വേണ്ടിയിട്ടില്ല എന്നൊരു ഫീലുണ്ട് എന്ന് ഹൈബോട്ടങ്ങ്. ഈ സമയത്ത് ഫ്ലെയിം മന്ത്ര ആ സ്പേസിന്റെ ഷിയോന് ഫാളൻ ഹാർട്ട് ഫ്ലെയിം അത് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം ഫാളൻ ഹാർട്ട് ഫ്ലെയിം അത് മെർജ് ചെയ്യുന്നതാകണം. ആദ്യമൊക്കെ ഒരുപാട് പാടുപെട്ടു, അവസാനം അത് നേടിയെടുത്ത്. ജിയമേമ്പറിലുണ്ടായിരുന്ന സമയത്ത് ഒരു പട്ടിയുടെ വില വരും തന്നിട്ടില്ല. ഇനി എൻ്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായിട്ട് തീർക്കണം എന്നത് പറഞ്ഞിട്ടത് ഹെവൻലി സ്പേസ് അല്ല, മാസ്റ്റർ ആദ്യ പ്രാവശ്യം ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിച്ച അതിലോട്ട് വിട്ട്. എന്നാൽ അപ്പോഴാണ് എന്തോ പറ്റുന്നത്, അവനത് താങ്ങാൻ കഴിയുന്നില്ല. അതിൽ നിന്ന് എന്തൊരു എഫക്റ്റീവായ പവർ വരുന്നുണ്ട്. അപ്പം ഷിയോയൻ പറയുന്നത് മാസ്റ്റർ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇമർജിങ് ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഇതൊരു ഈവിൾ ഫ്ലെയിം ആണെന്ന് മാത്രം പറയരുത് എന്ന് പറഞ്ഞാണ് ഷിയോയൻ. അപ്പോഴേക്കും ക്യൂൻ മെഡുസ ഒരുപാട് നാൾ എന്തിനാണോ ആഗ്രഹിച്ചത് അത് നേടിയെടുത്തത്. ഇനി ഷിയോയുടെ ആവശ്യം വേണ്ടി വരില്ല. ലിറ്റിൽ ഗേളുമായിട്ട് മെർജ് പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ തൈവിങ് പിൻസ് അത് വേണ്ടിയിരുന്നേ, അതില്ലാതെ തന്നെ കംപ്ലീറ്റ് ആയി. ഇനി എന്താണോ ഇവനെ സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞു വരുമ്പോൾ ഷിയോയിൻ്റെ ഫ്ലെയിം അത് കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ഈവിൾ ഫ്ലെയിം. അപ്പോൾ അവ പറയുന്നുണ്ട് അടുത്തേക്ക് വരണ്ട, പണി കിട്ടും എന്ന് ക്യൂൻ മെഡുസയെ കമന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വരുന്ന ക്യൂൻ മെഡുസയെ ആ ഈവിൾ ഫ്ലെയിം അത് ബാധിച്ച്. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ചുറ്റും സ്ലോ ആയിട്ട് കാണാനായിട്ട് തുടങ്ങി. അവരുടെ മൈൻഡ് ലോസ് ആകുന്നത് പോലെ. ഈവിൾ ഫ്ലെയിം അതെന്ന് പറയുന്നത് ഡാർക്ക് എനർജിയല്ല. പിന്നെ അവിടെ എന്തൊക്കെയോ നടന്നു. ഈ സമയത്ത് ബ്ലാക്ക് കോർണർ റീജിയനിൽ കുറേ പേര് വരുമ്പോൾ എന്തോ സൗണ്ട് കേട്ട് നിന്നു. പെട്ടെന്നാണ് ആരോ സെറ്റക്ക് അത് കുറേ പേര് പിന്നെ വരുവാണ്. ആരെന്ന് നോക്കുമ്പോൾ അത് ഷൗലിയായിരുന്നു. ഷൗലിയല്ലേ, ഷിയോലി. വളരെയധികം ഇമ്പ്രൂവ് ആയത് കാണാം. ബ്ലാക്ക് അലിയൻസിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിന്നെയൊക്കെ വരുന്നത് എന്ന് പറഞ്ഞ് കൊന്നുകളഞ്ഞു. ഷിയോയനോട് നീ വിശ്രമിക്കുന്ന നോയിക്കോളാം എന്ന് മനസ്സിലും പറയുന്നുണ്ട്. ഇവിടെ ഷിയോയനെ 1000 പീസാക്കി കൊല്ലും എന്ന് പറഞ്ഞാണ് ക്യൂൻ മെഡുസ. എൻ്റെ തെറ്റല്ല, പറഞ്ഞിട്ട് കേൾക്കാതെ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഷിയോയനും. എന്താണെന്ന് രണ്ടുപേരും മൈൻഡ് ലോസ് ആയപ്പോൾ കൺട്രോൾ വിട്ടോ ഇന്റർകോഴ്സ് ചെയ്ത് ബോധം വന്നപ്പോൾ മനസ്സിലായിട്ട് അതിനായിട്ട് കൊല്ലാനായിട്ട് പോകുന്ന ക്യൂൻ മെഡുസ. അവൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്ന അവസാനോട് എന്നെ കൊന്ന എന്നേക്കുമായിട്ട് ഇവിടെ ട്രാപ്പാകും, ആദ്യം ഇവിടെ നിന്ന് പുറത്തെടുക്കാം. അത് ശരിയാണെന്ന് ക്യൂൻ മെഡുസയ്ക്കും തോന്നി. വെളിയിലാണെങ്കിൽ ക്യൂ ആണെങ്കിൽ ഷിയോയുടെ സ്റ്റാച്ചു അത് നോക്കി നിൽക്കുമ്പോഴാണ് സിയം വന്ന് വിളിക്കുന്നു. അവളപ്പോൾ ഷിയോയെ മരിച്ചിട്ടില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. വുഹാബയാണെങ്കിൽ യൂണർ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യമായി. ഇല്ലായിരുന്നെങ്കിൽ അവർ എല്ലാവരും നോക്കുമ്പോൾ എൽഡേഴ്സ് ടവറിലേക്ക് വരുന്നു. അവരുടെ കൂടെ ലിൻഷ്വ, ക്യൂങ് അതുപോലെ ലിനിയനൊക്കെ ഉണ്ട്. എൽഡർ ക്യൂൻ പറയുന്നത് സ്റ്റുഡൻസിൻ്റെ കൾട്ടിവേഷനാണ് പ്രധാനം, അതുകൊണ്ട് തന്നെ ടവർ തുറക്കാനായിട്ട് പോവുകയാണ്.
എന്നാൽ ഫൈറ്റ് പാടില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോഴേക്ക് ടവറിൽ നിന്ന് പിന്നെ ഷേക്കാവുകയും ആ ഡോറ് തുറക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ ഷോക്ക് ഫാളൻ ഹാർട്ട് ഫ്ലെയിമാണോ എന്ന് വിചാരിച്ച് എല്ലാവരോടും മാറാനായിട്ട് പറയുന്നു. ആ വരുന്ന ഫയർ അത് അവിടെ മുഴുവനും വന്ന് പരുക്കേൽക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. എല്ലാവരും അവിടെ നിന്ന് ഓടി മാറുന്നു. അങ്ങനെ നിൽക്കുകയാണ്. യു ആണെങ്കിൽ എന്തോ കണ്ടിട്ട് നിൽക്കാനായിട്ട് പറയുന്നത്. നോക്കുമ്പോൾ ടവർ അതിൻ്റെ മുകൾ ഭാഗം പൊട്ടിച്ച് ഒരാൾ വരുവാണ്. തീയിൽ കൊടുത്താലും കുരുത്താലും പാടില്ല എന്ന പോലെ ഷിയോയെ വന്ന് നിൽക്കുന്നു. അവൻ ഡൗക്കിങ്ങിലേക്ക് പ്രൊമോട്ട് ചെയ്തെന്ന പോലെ 2 വിങ്സും കാണിച്ച് എല്ലാവരും ഷോക്കായി നിൽക്കുന്നു. ആ പോയ ഫയർ അതെല്ലാം തിരികെ എടുക്കുന്നു. അതെല്ലാം പഴയതുപോലെ ആക്കുകയും ചെയ്തു. എന്നിട്ട് എൽഡർ ക്യുവാൻ്റെ അടുത്ത് വന്ന് ഞാൻ വന്നു. എൽഡർ ക്യുവാനാണെങ്കിൽ വളരെയധികം ഹാപ്പി. അതുപോലെ ബാക്കിയുള്ളവർക്കും അവൻ ഡൗക്കിങ്ങിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് കൺഗ്രാറ്റ്സ് പറയുകയാണ്. കിങ് ആണെങ്കിൽ നീ വളരെയധികം സ്ട്രോങ് ആയല്ലോ, ഇനി നമുക്ക് ഫൈറ്റ് ചെയ്താലോ. എന്നിട്ട് ലിൻഷോ വേണ്ട, ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാം. ചുമ്മാ പറയുന്നതല്ലോ അല്ലേ എന്ന പോലെ ലിന്യാനും. അത് കഴിഞ്ഞ് എല്ലാവരും ഫൈറ്റ് കാണാനായിട്ട് പോവുകയാണ്. ലിൻഷോ വന്ന് നിൽക്കുന്ന ലിൻഷോനെ കണ്ട് എല്ലാവർക്കും പഴയതുപോലെ സംസാരിക്കുമ്പോഴാണ് ഓപ്പണൻ്റ് ആയിട്ട് ഷിയോയനാണെന്ന് പറയുന്നത്. ഒരു ഡൗ എംപററിനെ എതിർത്തു എന്നാൽ അധികം ആരും വിശ്വസിക്കുന്നില്ല, കാരണം അവരാരും അവിടെ ഇല്ലായിരുന്നു. അപ്പോഴേക്ക് ഷിയോയൻ മിന്നൽ വേഗത്തിൽ അവിടെ എത്തി. അതുകൊണ്ട് എല്ലാവർക്കും അതിശയം, ഇത്രയധികം സ്പീഡ് വന്ന പോലെ. എൽഡേഴ്സ് അങ്ങോട്ട് വരുന്നു. അവരുടെ മാച്ച് തുടങ്ങാൻ നേരെ ഷിയോയനെ വിളിച്ച് അവരുടെ പാൻ കയറ്റി. കാരണം 2 വർഷത്തിന് ശേഷമാണ് കാണുന്നത് അവിടുത്തെ ആൾക്കാർ ഇത്ര നാൾ ടവറിൽ കൾട്ടിവേഷൻ ചെയ്യുന്ന രീതിയിൽ പോകണല്ലോ. ഞാൻ ഒരു നല്ല ലീഡർ അല്ല എന്ന പോലെ ഷിയോയനും. അതിനുശേഷം മാച്ച് തുടങ്ങി. ലിൻഷോ സോഡ് എടുത്ത് റെഡി. ഷിയോയൻ എന്നാൽ തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് പിന്നെ മിന്നൽ സ്പീഡിൽ വരുന്നു. റൂളറില്ല. ആ സ്പീഡ് മുൻപ് എത്രത്തോളം ഉണ്ടായിരുന്നു അതിനേക്കാൾ പല മടങ്ങ്. കാരണം ഡൗക്കിങ്ങിലേക്ക് കൂടെ പ്രൊമോട്ട് ആയാലും ആർക്കും തന്നെ കാണാൻ പോലും പറ്റുന്നില്ല. അത്രയധികം സ്പീഡ്, എങ്ങനെ പോലും ഇത്രയധികം സ്പീഡോ എന്ന് പറഞ്ഞ അതിശയം. വളരെയധികം ഇമ്പ്രൂവ് ആയി എന്നത് മനസ്സിലായി. ഷിയോന് പല വഴിക്ക് പോകുന്നത് പോലെ ചുറ്റുന്നു. ലിൻഷോ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു എന്ന സ്പീഡിൽ പോവുകയാണ്. അവസാനം നേരെ ഒരു സ്കില്ല് ഉപയോഗിക്കുന്നു. ഷിയോൻ ഫാളൻ ഹാർട്ട് ഫ്ലെയിമോ അതും കൊണ്ടുവരുവാണ്. ഹെവൻലി ഫ്ലെയിമോ എന്ന് എൽഡറും. ലിൻഷോ ഉപയോഗിച്ച ആ ഷീൽഡ് അതെല്ലാം പൊട്ടിച്ച് അടുത്ത് വന്ന് നിൽക്കുന്നു. ഒറ്റ മൂവിൽ ഡൗക്കിംഗ് ലെവൽ സെയിം ലെവലുള്ള ആളെ തോൽപ്പിച്ചു. അതുകൊണ്ട് എൽഡേഴ്സിന് വരെ അതിശയം. എൽഡർ ക്യുവാന് പോലും ഷിയോൻ ലിൻഷോയിട്ട് കാര്യം പറയുമ്പോഴാണ് എൽഡർ ക്യുവാൻ വന്നിട്ട് ആ കണ്ട ഫ്ലെയിം അത് ചോദിക്കുന്നത്. അത് പറയാനായിട്ട് വന്നത് ഒരു പവർ. അത് മനസ്സിലാക്കി എൽഡർ ക്യുവാൻ തടഞ്ഞു. അത്രയും സ്ട്രോങ് പവർ ആരാണ് എന്നറിയാതെ ഒളിച്ച് കഥ പുറത്തു വരാനിട്ട് പറയുന്നു. അപ്പോൾ വരുന്നത് ക്യൂൻ മെഡുസ. എല്ലാവരും അത് കണ്ടിട്ട് എത്ര ബ്യൂട്ടിഫുൾ ആയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. ക്യൂൻ മെഡുസ ഒരു ഡൗ ആൻസസ്റ്റർ ആണ് എന്ന് കണ്ടതിൽ അതിശയമുണ്ട്. ആരാണ് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ സംഭവം ഷിയോയന് മനസ്സിലായി അവന് വേണ്ടിയാണെന്ന്. അത് പറയുമ്പോൾ നീയുമായിട്ട് എന്താ പ്രശ്നം? അത് പിന്നെ ചെറുതായിട്ടൊരു പ്രശ്നം പോലെ. ഷിയോയന് മുന്നിൽ വന്നിട്ട് ഞാൻ പിന്നെ വരാം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞൊരു പവർ. എന്നാൽ അത് എൽഡർ ക്യുവാൻ തടഞ്ഞു. എന്നാൽ ആ പവറിൽ ഷോക്കായി പോയി. കാരണം എൽഡർ ക്യുവാൻ വരെ തെറിപ്പിച്ചു കളയുന്ന അത്ര പവറായിരുന്നു. എങ്കിലും അത് കാണിക്കാത്ത വിധം എൽഡർ ക്യുവാൻ പറയുന്നുണ്ട് ഷിയോയൻ ഇന്നർ അക്കാഡമിയിലുള്ളതാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്നാൽ ഇപ്പോൾ എനിക്ക് സമയമില്ല, ഞാൻ വരും, അതിൻ്റെ അവസാനമാകും എന്ന് പറഞ്ഞ് പോന്നു. നീ ഒരു ഡൗ ആൻസസ്റ്ററായിട്ട് പിന്നെ എന്താടാ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അത് മാത്രമല്ല വേറൊന്നും കൂടിയുണ്ട്. അത് പിന്നെ ഫാളൻ ഹാർട്ട് ഫ്ലെയിം അത് ഞാൻ അറിയാതെ എടുത്തു എന്ന് പറയുന്നു. അത് കേട്ട് ഷോക്കായി പോയി. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.